പിടിച്ചു കഴിഞ്ഞാൽ കൈവേന എടുക്കും. ഞാൻ ഫ്രണ്ട് നോക്കാൻ നോക്കട്ടെ വേണോ നോക്കാം. നിങ്ങള് കമന്റ് സബ്സ്ക്രൈബ് എന്തേലും. അപ്പൊ നമ്മൾ റിച്ചുവിനൊരു ഗിഫ്റ്റ് കൊടുത്ത കാര്യം, അതായത് ഒരു ടോയ് കൊടുത്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാവരും കാത്തിരുന്ന മൂവ്മെന്റ് ആണ് ഇപ്പൊ വരാൻ പോകുന്നത്. അതായത് നമ്മുടെ KX85 നമ്മൾ പുറത്തോട്ട് ഇറക്കാൻ പോവാണ്. കണ്ടത്തിൽ കവാസാക്കി അപ്പൊ ഇറക്കാലോ? മാറ്റിക്കും. ഇത് സച്ചിക്കുട്ടന്റെ സാധനം. ഞാനിത് എന്താ നല്ല വെയിറ്റാ, കഷ്ടപ്പെട്ട് തിരിക്കാം. അങ്ങനെ പിടിക്കണ്ട, ഞാൻ ഇറക്കിക്കോളാം. ഇപ്പൊ ന്യൂട്രായി. അപ്പൊ ഇതിനെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇടിക്കാതെ കൊണ്ടുവരണം. നിക്കടാ, എന്നിട്ട് ബാക്കിലോട്ട് ഇറക്കാൻ പോകണോ? അത് കിടക്കും. നിക്കേ, ഉമ്മി ഇറക്കാനൊക്കെ പഠിച്ചോ? ഐഡിയ ആണോ? ഇവിടെ ഇരിക്കല്ലേ? ഐഡിയോളജി അല്ല. ഓ സീന, ഉമ്മി ആരാ ഓളം അറിയാം. സയൻസും കെമിസ്ട്രി ഒന്നും അല്ല, അവര് പ്ലാനൊക്കെ വരച്ചിട്ടാ ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് റിവേഴ്സ് വന്നിട്ട്. ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഞാൻ ഇത് പഠിക്കാതെ ഇത് എടുത്താൽ എങ്ങനെ ഇരിക്കും? ഇവിടെ വരുമ്പം ഒരു സാധനം ഉള്ളതെന്ന് വെച്ചാല് എനിക്ക് സച്ച് വലിക്കണം. നമുക്ക് ഈ ഇതാണ്. സച്ചുവിന് ഭയങ്കര ധൃതിയാ. അത് ഈ ബൈക്ക് ഇറക്കാനുള്ള ഒരു എളുപ്പമാണ്, നമ്മൾ കയറ്റാനും ഒക്കെ ഉള്ള എളുപ്പം. നമ്മള് ഫ്രണ്ടിലെയോ ബാക്കിലെയോ വീല് നമ്മളൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പം ബാക്കി നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. ഇനി ഇത് ഞാൻ ഇത് റോൾ ചെയ്തേക്കുന്നത് അത് കാണിച്ചോ കേട്ടോ. വെയിറ്റ് എല്ലാം ഞാൻ പഠിച്ചോ. ഈ ചെരുപ്പ് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടി ഊരിയിടാം. എന്നിട്ട് വലിച്ചോ, ഇവനെ ഞാൻ പിടിച്ച് വലിക്കാം. ശക്തികൾ. അപ്പൊ അങ്ങനെ നമ്മുടെ പയ്യനെ അങ്ങോട്ട് ഇരിക്കട്ടെ. ഇനി നീ കേറിയിരുന്നു. നീ കേറിയിരുന്നിട്ടുള്ളതാണ് നിങ്ങൾ കാണേണ്ട. അത് നീ പിടിച്ചോ. ഇപ്പൊ നമുക്ക് വേണ്ടത് ഫ്രണ്ട്സ്, നമ്മള് സേഫ്റ്റി മറ്റേ റൈഡിംഗ് കേസ് നോക്കുന്നതേ ഉള്ളൂ. ഇത് ഏകദേശം 80 കിലോ ഉണ്ട് കേട്ടോ. 75 to 80 ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഫ്രണ്ട്സ് ഇതൊന്ന് വെക്കട്ടെ, ഇത് ചെറിയൊരു ഇച്ചിരി നമ്മൾ ഇതിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വാങ്ങി വരുന്നേ ഉള്ളൂ. ഈ വണ്ടി വാങ്ങിക്കുന്നേക്കാളും വില ഇതിന്റെ ഓരോരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോ ഇതിന്റെയൊക്കെ വില കണ്ട് ഞാൻ ഞെട്ടിത്തരിച്ചിരിക്കുക കേട്ടോ. ഏകദേശം ഒരു ഹെൽമെറ്റിന് തന്നെ ഒരു 35 ഒക്കെ ആണ് നല്ലൊരു ബ്രാൻഡിന്റെ അത് കാണുന്നത്. പക്ഷെ നമ്മള് വാങ്ങിക്കും. നീപ്പാടൊക്കെ ആണെങ്കിലും നീ ബ്രേസിന് 30,000 40,000, പിന്നെ നീപ്പാടിന് 12,000, നെക്ക് ബ്രേസിന് ചെസ്റ്റ് എല്ലാം വേണം. വണ്ടിയുടെ അതേപോലത്തെ വില തന്നെ വേണം. പിന്നെ നമ്മുടെ കയ്യിലുള്ള സേഫ്റ്റി ഗിയർസ് ഒക്കെ ഇട്ട് നമ്മൾ അത്യാവശ്യം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവാ. നമ്മുടെ റിച്ചുകൂട്ടൻ നമ്മുടെ അനക്കട്ടെ. ഉമ്മ ഇവിടെ നിന്ന് തള്ളി വീഴണേ. ഞാൻ ഒത്തിരി പുഷ് ചെയ്യണ്ടല്ലോ. ഏകദേശം ഒന്ന് പുഷ് ചെയ്തേര്. ഓക്കെ, റെഡിയാണോ? നീ റെഡിയാണോ? ഞാൻ റെഡിയാ. ഓക്കെ അതെവിടുന്ന? ഓക്കെ ചെയ്യാമോളെ, തള്ളിക്കോ. 3, 2, 1. വലിച്ചോ, പുറകിലോട്ട് വലി. ഇനിയാണ് മോനെ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ. ഈ സാധനമൊക്കെ ഉണ്ടല്ലോ കാണുമ്പോ എനിക്ക് നെഞ്ചിടിപ്പുണ്ടെങ്കിലും ഇതിനാണ് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ള സാധനം. ഈ ഇങ്ങനത്തെ ഡേർട്ട് ബൈക്കിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കാല് കഷ്ടപ്പെട്ട് എത്തിക്കുത്തി നിക്കാൻ പറ്റും. അതാണ് അതിന്റെ കറക്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. ഞാൻ സ്റ്റാർട്ട് ആക്കാം. വലിക്കണോ? നിക്ക്. കേട്ടോ, വലിച്ചോ. സച്ചു ഫ്യൂവൽ ഓൺ ആക്കാം. അവിടെ ഫ്യൂവല് ഈ സാധനം ഓണിലോട്ടാക്കിയാലേ ഫ്യൂവൽ എഞ്ചിനിലോട്ട് പമ്പ് ചെയ്യൂ. ചോക്കണ്ട സ്റ്റാർട്ട് ചെയ്യട്ടെ. പിന്നെ ഇതിന് സെൽഫ് മാത്രമേ സെൽഫ് ബട്ടൺ ഇല്ല, കിക്ക് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേൾക്കും. ആദ്യത്തെ സ്റ്റാർട്ട് ചിലപ്പോ കിട്ടത്തില്ലായിരിക്കും കേട്ടോ. അതിപ്പോ എഞ്ചിന് ഫ്യൂവൽ ഇല്ലാത്തോണ്ട്. ചേട്ടാ 3, 2, 1. ഒന്നുകൂടെ 3, 2, 1. 3, 2, 1. അതാ 2-3 ട്രൈ അടിക്കുമ്പോ കിട്ടും. പക്ഷെ ഇത് പമ്പ് ചെയ്ത് വരട്ടെ. 3, 2. വെയിറ്റ് ചെയ്യണം ഒരു മിനിറ്റ്. ചോക്കൊന്ന് വലിച്ചു നോക്കിയേ. അടിക്കുമ്പോ എന്താ ആവശ്യമൊന്നുമില്ല. അനിക്ക് നോക്കട്ടെ. കേട്ടോളാം. ഒന്നുകൂടെ അടിക്ക്. ഈ പുക അത് വലിക്കേണ്ട ആവശ്യമില്ലേ?
ആ അതിപ്പോ കണ്ടോ ഒറ്റ സ്റ്റാർട്ട് ചെയ്യാവും. അയ്യോ ഒന്നൂടെ. ഞാൻ പോട്ടെ ഗേറ്റ് അടക്കി അങ്ങ് പോയി ഓടിപ്പോയി കേട്ടോ. ഈ സൗണ്ട് അയ്യോ ഞാനത് ചെരുപ്പിട്ടോട്ട് വരട്ടെ. വെയിറ്റ് ഓക്കെ ആണോ ഉമ്മി? പുറകിട്ടോ ചെരുപ്പിന്റെ പറപ്പീരഴിഞ്ഞ നമ്മള്. വന്നോ വന്നോ ഓടിവാ. ആ സെറ്റ് സെറ്റല്ലേ? പതിയെ സ്ലോയില് ആദ്യമായിട്ട് എടുക്കുന്നേ. അപ്പൊ നമ്മുടെ KX85 പവർ എന്താണെന്ന് നമ്മൾ കാണാൻ ഉറപ്പായിട്ടും കാണണം കേട്ടോ. നീ ഇങ്ങനെ പോകുന്നതാണ്. ഇനി ഞാൻ കൊണ്ടുപോക്കോളാം. ഇനി റോഡിൽ നിന്നത് നടക്കത്തില്ല. റോഡിൽ നിന്നാ നേരെ വീഡിയോ വരുന്നു നമ്മളെ പിടിച്ചോണ്ട് പോകും. വാ 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 വണ്ടി നോക്കി പറയാം. സ്റ്റാൻഡ് സച്ചുവിന്റെ കയ്യിലുണ്ടല്ലോ. ഓടിയോ ഓടിയോ ഓടിയോ. എന്നിട്ട് അവിടെ നിർത്തി തരണേ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോവാ. ഏടാ മോനെ ഞാൻ ക്ലച്ചും പിടിച്ചിട്ടുണ്ട്. ക്ലച്ച് പിടിക്കല്ലേ? ഇറങ്ങട്ടെ. ബ്രേക്ക് പിടിച്ചോ? ഇറങ്ങാൻ പോവാണ് ഫ്രണ്ട്സ്. ഞാനിത് ഇറങ്ങിയ നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്യോ. 3 വിട്ടോ 3 2 1 ഇറങ്ങത്തില്ലേ? എനിക്ക് സത്യം പറഞ്ഞ നെഞ്ചൊക്കെ കിടക്കുന്നു. അല്ലാഹേ എന്തായാലും പറയേണ്ടത് എനിക്കറിയത്തില്ല. വിഷമമാണോ ടെൻഷനാണോ എന്ത് സന്തോഷമാണോ എന്ന് എനിക്കറിയത്തില്ല. എടാ ഭയങ്കര എന്റെ പൊന്നോ. എനിക്ക് വാക്കുകൾ എന്താ. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് വിറ്റ്നസ് ചെയ്യുന്നത്. ടിവിയിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ മക്കൾ ചെയ്ത് കാണുമ്പോ ആ സൗണ്ട് എന്നൊക്കെ പറയും. പേടിയൊക്കെ മാറ്റിയല്ലേ പറ്റുള്ളൂ. പേടിക്കല്ലേ? ഇല്ലില്ല വരുന്നുണ്ട് എങ്ങോട്ടാ വരുന്നത്? എനിക്ക് വയ്യ സത്യം പറഞ്ഞ. ഇതിന്റെ ഇവന്റിനൊക്കെ ഞാൻ എങ്ങനെ പോകുമോ എനിക്കറിയാം. വാ അടിപൊളിയാണ്. പൊളിച്ചു പറ്റേ അടിപൊളി. ഇതാണ്ടോ ഇവിടെ ഗ്രൗണ്ട് നോക്ക്. കണ്ടു പുക നോക്കിക്കേ ഇങ്ങോട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഇതെന്തായാലും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അടിപൊളി. എനിക്ക് സത്യമായിട്ട് പേടിയാവോ? എനിക്കറിയാം എന്നെ വിയർക്കുന്നൊക്കെ ചെയ്യുന്നു. ചിലപ്പം മകനായതുകൊണ്ടായിരിക്കും. ഈ കണ്ട മിക്കവാറും ഇളകി ഉഴുതു മറിക്കുമായിരിക്കും. എന്റെ അടുത്താണോ? വെൽ ഡൺ മൈ ബോയ്. വെൽ ഡൺ. ഇത് നോക്കി സൗണ്ട് കേട്ടിട്ട് എനിക്ക് വയ്യ. കൈവേന എടുക്കുന്നു. ഇത് കുറെ നേരം ഓടിച്ചു കഴിഞ്ഞാൽ കൈവേന എടുക്കും. ഞാൻ ഫ്രണ്ട് നോക്കാൻ നോക്കട്ടെ. വേണോ? നോക്കാം. നിങ്ങള് കമന്റ് സബ്സ്ക്രൈബ് എന്തേലും പൊങ്ങോ നോക്കാം. ഒരു മിനിറ്റ്. നിങ്ങളെ പോലെ തന്നെ ഞാനും വെയിറ്റിംഗ് ആട്ടോ.
ഇതിന്റെ സീറ്റിങ്ങും എന്റെ പൊസിഷനും ഒക്കെ അവനൊന്ന് സെറ്റായി വരണം. അതുകൊണ്ട് കൂടെ ആ ഒരു സമയം കൂടെ എടുക്കുമല്ലോ. സെറ്റാണോ? ഉമ്മി വിട്ടാക്കട്ടെ? വിട്ടോ. ഓക്കെ അല്ലേ? 3, 2, 1. ഇല്ല, ഒന്നുകൂടെ നോക്ക്, ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. അവൻ പൊങ്ങിയെന്നാ വിചാരിച്ച കേട്ടോ, പക്ഷെ പൊങ്ങിയിട്ടില്ല. ട്രൈ ചെയ്ത് നോക്ക്. ഈ ട്രൈയിങ് എന്നാണോ? ഒറ്റവട്ടം കൂടെ പൊക്കോ പൊക്കോ. ഒന്നുകൂടെ ചെയ്യാം. ഒന്നുകൂടെ ചെയ്തോ. 3, 2. ഫ്രണ്ട്സ് ഓഫ് ആയി പൊങ്ങിയ തോന്നുന്നു ചെറുതായിട്ട്. ജസ്റ്റ് നമ്മടെ കയ്യിലല്ലേ സാധനം ഇരിക്കുന്നത്. നമ്മൾ ഇനി എത്ര പൊക്കാൻ കിടക്കുന്നു. ഇതൊക്കെ ഒരു പൊക്കലാണോ? എന്നാലും ആദ്യം കിട്ടിയ ഒരു സാധനത്തിനോടുള്ള ഒരു പൊക്കലല്ലേ? പേടിക്കണ്ട, ഞാൻ പേടിക്കുന്നില്ല. ഫ്രണ്ട്സ് ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഇത് കണ്ടോ, കാല് കുത്തി നിക്കണം. പോട്ടെ. വന്നല്ലോടാ ഒരു കുതിപ്പ്. ശരിക്കും അവന് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക. ഇത് കിട്ടുന്നുണ്ടോ? എനിക്ക് സൗണ്ട് ഭയങ്കര എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അവൻ ട്രൈ ചെയ്യുന്നുണ്ട്, സെറ്റ് ആവും, കുഴപ്പമില്ല. എങ്ങോട്ട് എന്റെ പറപ്പീര് എങ്ങനെ ഉണ്ടെന്ന് ഇഷ്ടപ്പെട്ടേ കമന്റ് ചെയ്യാം. അതെ അതെ അതെ, ഞാൻ എനിക്ക് ഇതിന്റെ സൗണ്ട് കേൾക്കുമ്പോഴാ മറ്റേ നെഞ്ചിനകത്ത് എന്താ പറയുന്നത്, അങ്കലാപ്പ് ഒരു കിടുകിടുപ്പൊക്കെ വരുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം. ഇഷ്ടപ്പെട്ടാ നിങ്ങൾ എന്തേലൊക്കെ ചെയ്തു. രണ്ടാമത്തോട്ട് ഇത് പറയാം, എന്തേലൊക്കെ ചെയ്തു നിങ്ങൾ.